അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലബാറിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചായ പലഹാരമാണിത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പെട്ടിപ്പത്തിൽ എന്ന് പറയും. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് എഗ്ഗും ബീഫിൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ട് ഈ ഒരു പെട്ടിപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഡോ തയ്യാറാക്കി എടുക്കുക. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ആട്ടപ്പൊടി വേണമെങ്കിൽ അതിലും ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മൈദയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് ചെറിയ ബോൾസാക്കിയിട്ട് ഓരോ ബോൾസും പരത്തിയെടുക്കുക. 2 ബോൾസാണ് നമുക്ക് ഒരു പെട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 2 ബോൾസ് ഇതുപോലെ പരത്തിയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ 2 ഷീറ്റും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷീറ്റിലോട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ബാക്കിയുള്ള ഷീറ്റ് വെച്ചിട്ട് ഫില്ലിങ്ങും എഗ്ഗും പുറത്ത് കാണാത്ത തരത്തിൽ നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. 4 സൈഡിൽ നിന്നും എല്ലാ സൈഡും ടൈറ്റായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്നും കൂടി 4 സൈഡും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നല്ല സ്ക്വയർ ഷേപ്പായിട്ട് നമുക്ക് ആ ഒരു പെട്ടിപ്പത്തിൽ എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ, പെട്ടിയുടെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു 4 ഭാഗത്ത് നിന്നും ഫില്ലിങ്ങും എഗ്ഗും ഒന്നും പുറത്ത് പോവാത്ത തരത്തിൽ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ഇങ്ങനെ പിരിച്ചു കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് 4 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു പെട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് കൂടിയും ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ പെട്ടിപ്പത്തിരിയും ഓയിലോട്ട് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ട്രഡീഷണൽ പെട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് ചായയുടെ കൂടെ ചൂടോടുകൂടെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ് നമുക്ക് ബീഫിന് പകരം മട്ടൺ വെച്ചും ചിക്കൻ വെച്ചും ഒക്കെ ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുക ബീഫ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പെട്ടിപ്പത്തിരിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.